മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ചരിത്രാന്വേഷി കൊച്ചിയുടെ നേതൃത്വത്തിൽ നിക്ക സിനഡും അനുരണനങ്ങളും സെമിനാർ സംഘടിപ്പിക്കും. ചരിത്രാന്വേഷി കൊച്ചിയുടെ നേതൃത്വത്തിൽ നിക്ക സിനഡും അനുരണനങ്ങളും 1700 സംവത്സരങ്ങൾ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇനി എന്താണ് സിനഡ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ജനറലൈസേഷൻ എന്ന് പറയുന്നു. ഏരിയൻ വിവാദം പരിഹരിക്കുന്നതിനായി റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഒന്നാമൻ AD 325 വിളിച്ചുകൂട്ടിയ ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ ഒരു സമ്മേളനമായിരുന്നു നിക്ക കൗൺസിൽ അഥവാ ഒന്നാം നിക്ക കൗൺസിൽ. പിതാവായ ദൈവവുമായുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊരു ഏകീകൃത ക്രിസ്തീയ സിദ്ധാന്തം സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ സിനഡിന്റെ ഉദ്ദേശം. ഏരിയൻ ഒരു ബിഷപ്പായിരുന്നു. ഏരിയനിസത്തെ ഒരു പാഷണ്ഡത എന്ന് ഉദ്ദേശിക്കുന്നത് അബദ്ധ സിദ്ധാന്തമാണ്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ് വെണ്ടുരുത്തി സെന്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾ ഇടവകയിൽ സെമിനാർ സംഘടിപ്പിക്കുക. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള തർക്കം, പ്രത്യേകിച്ച് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം എന്നിവ പരിഹരിക്കുന്നതിനായി സാമ്രാജ്യത്തിലെമ്പാടുമുള്ള ബിഷപ്പുമാരെ ഒരുമിച്ച് കൊണ്ടുവന്നു. കൗൺസിലിന്റെ പ്രാഥമിക ഫലം നിക്ക വിശ്വാസ പ്രമാണ പ്രഖ്യാപനമായിരുന്നു. ക്രിസ്തീയ സിദ്ധാന്തത്തെ, പ്രത്യേകിച്ച് ത്രിത്വത്തെ നിർവചിക്കുകയും ഭാവിയിൽ എക്യുമെനിക്കൽ കൗൺസിലുകൾക്ക് ഒരു മാതൃക സ്ഥാപിക്കുകയും ചെയ്ത വിശ്വാസ പ്രഖ്യാപനം നടന്നിട്ട് 1700 വർഷം തികയുന്നതിന്റെ ആചരണമാണ് നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ചെയർമാൻ ആന്റണി ചാത്തിയാത്ത, സെക്രട്ടറി ക്രിസ്റ്റഫർ മാളിയക്കൽ, ട്രഷറർ ജോസഫ് തോമസ് പലക്കൽ, ജോയി തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിചാരണ ചെയ്യപ്പെടുന്നു എന്ന് വേണം കരുതാൻ. അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ഫലങ്ങൾ എല്ലാം അവിടെ വിശകലനം ചെയ്യുന്നു. നിക്കാസൂനകദോസ്, ട്രെൻഡ് കൗൺസില്, അതിനെ തുടർന്ന് ഗോവൻ സൂനകദോസുകൾ, പിന്നെ കേരളത്തിൽ നടന്ന ഉദയംപേരൂർ സൂനകദോസ്, ഇത്രയും സൂനകദോസുകളെ കുറിച്ചാണ്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.